വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അബ്രഹാം വർഗീസ് എഴുതിയിരിക്കുന്ന ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവലാണ്. ദ കവനന്റ് ഓഫ് വാട്ടർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗ്രോവ് പ്രസ് UK ആണ്. ഇതിൻ്റെ വില, ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് $8.99 ആണ്. പക്ഷെ ആമസോണിൽ നിങ്ങൾ അതിപ്പോൾ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് $8.99 ആയിരുന്നു. ഇപ്പോൾ ഇപ്പോൾ ഓഫറിൽ $6.99 ആണ്. അത് 15% ഡിസ്കൗണ്ടിൽ $4.52 ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ പുസ്തകം. ഇതൊരു 724 പേജുള്ള, അതായത് കഥ 715 പേജാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അക്നോളജ്മെൻറ്റ്സും അദ്ദേഹത്തിൻ്റെ നന്ദി പ്രകടനവും അദ്ദേഹം എങ്ങനെയാണ് ഈ നോവൽ എഴുതിയതിൻ്റെ കഥകളൊക്കെ എഴുതി വരുന്നപ്പോൾ 724 പേജായതാണ്. ഈ 724 പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അരുവി പോലെ, അല്ലെങ്കിൽ ഒരു വെള്ളം ഒഴുകുന്ന ഒരു നീരുറവ പോലെ നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. നമുക്കിത് നിർത്താനോ അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഇത് എന്തിനാണ് ഇത്ര ലെങ്തി ആയിട്ട് ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് എഴുതുന്നത് എന്നൊന്നും നമുക്ക് തോന്നില്ല. അത്രയും മനോഹരമാണ്. ഇടയ്ക്ക് നമ്മളിപ്പോൾ നീരുറവകളിൽ, നീർച്ചോലയിലൊക്കെ നമുക്ക് ഇടയ്ക്ക് കല്ലും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ചെറിയ പാറക്കല്ലുകൾ പോലെ, പക്ഷെ അതുമ്പോൾ തട്ടിയിട്ട് വീണ്ടും ഈ പുസ്തകം ഇങ്ങനെ, ഈ കഥ ഇങ്ങനെ ഒഴുകി പോകുന്നത് പോലെയാണ് ഇത് നോവൽ. നമുക്ക് ഇത് വായിച്ചു തുടങ്ങിയാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു എഴുത്ത് രീതി. ഇതിൻ്റെ ലാംഗ്വേജ്, ഇദ്ദേഹം മലയാളിയായ ഒരു അമേരിക്കൻ ഡോക്ടറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലാംഗ്വേജൊക്കെ നല്ല ലാംഗ്വേജ് ആണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഴുത്ത് രീതിയല്ല, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള എഴുത്ത് രീതിയാണ്. ഇതിൻ്റെ മലയാളം ഉണ്ടോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കമൻസിൽ. എനിക്കറിയില്ല മലയാളം, പക്ഷേ നിങ്ങളിത് ഇംഗ്ലീഷിൽ വായിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകം ഇംഗ്ലീഷിൽ വായിക്കുകയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ പുസ്തക ഗ്രൂപ്പുകളെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്ര വിൻഫ്രീഡി ആയാലും റീസ് വിതർസ്പൂൺ, അവരൊക്കെ ബുക്ക് ക്ലബ്ബുകളുള്ള ആളുകളാണ്. അപ്പോൾ അവർ ഈ മാസം ഇന്ന ബുക്കാണ് വായിക്കുന്നത്, എന്നിട്ട് അവരതിൻ്റെ അഭിപ്രായങ്ങൾ പറയും. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ അവരെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തപ്പോൾ ഉണ്ടായതാണ് ഈ അബ്രഹാം വർഗീസിൻ്റെ ദ കവനന്റ് ഓഫ് വാട്ടർ. കവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടിയാണ്, വെള്ളത്തിൻ്റെ ഉടമ്പടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ഈ കവനന്റ് എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ വരുന്നതെന്ന്. ഈ കഥ നടക്കുന്നത് 1900-ത്തിലുള്ള ഒരു ഇതാണ്. ഒരു 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി 40 വയസ്സുകാരനായിട്ടുള്ള ഒരാളെ കല്യാണം, അതായത് ഒരു ചൈൽഡ് ബ്രൈഡാണ്. അങ്ങനെ അതിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് ആ പെങ്കൊച്ചിന്റെ പേര് തുടക്കത്തിലൊന്നും പറയുന്നേ ഇല്ല. അപ്പൊ ആ പെങ്കൊച്ചിന്റെ പേര് അപ്പോൾ ഈ 40 വയസ്സുകാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ക്രൂരനായിട്ടുള്ള ഒരു ഭർത്താവ്. ഞാൻ എൻ്റെ പേടിയാണ്, ഞാൻ വായിക്കുമ്പോഴത്തെ എൻ്റെ അവസ്ഥയാണ് പറയുന്നത്. ഞാൻ ഈ 12 വയസ്സുകാരിയായ കൊച്ച് അങ്ങനെ വലിയൊരു പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മലബാർ കോസ്റ്റിലുള്ള വലിയൊരു തറവാട്ടിൽ, അതായത് ചുറ്റും വെള്ളം ഒക്കെയുള്ള, നമ്മളുടെ കേരളത്തിൽ അറിയാലോ, ഒരു വലിയ പറമ്പ്, അതിന് തോടും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഇത് പറയുന്നത്. അപ്പോൾ അതിന് ചുറ്റും അരുവിയും കനാലും ഒക്കെയുള്ള ഒരു സ്ഥലത്താണ് ചെല്ലുന്നത്. അപ്പൊ ഈ കല്യാണത്തിന് ഈ പെങ്കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ കല്യാണം ഉറപ്പിച്ച്, ചെക്കൻ ആദ്യമായിട്ട് കാണുന്നത് പള്ളിയിൽ വെച്ചിട്ടാണ്. ചെക്കൻ എന്ന് പറയാൻ പറ്റില്ല, 40 വയസ്സുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ അയാളെ എതിർക്കുകയും അങ്ങനെ എല്ലാവരും കൂടി സമാശ്വസിപ്പിച്ചിട്ടാണ് ഈ കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച് വിടുന്നത്. അപ്പൊ ഈ കുട്ടിക്കും ഭയങ്കര പേടിയാണ്. ആദ്യമായിട്ടാണ് 12 വയസ്സിൽ വേറെ അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അച്ഛന്റെ വീട്ടുകാരാണ് ഇത് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടിയുടെ ഇതെങ്ങനെയാണെന്ന്, അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഈ വരന്റെ സഹോദരി ഉണ്ട്. അങ്ങനെ ഈ കുടുംബമായിട്ട് പഠിക്കുകയും, അപ്പൊ ഞാനൊക്കെ വിചാരിച്ചു 12 വയസ്സിൽ കുടുംബഭാരം ഏൽക്കുക, ഒരു ഭാര്യയായിട്ടൊക്കെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഈ കൊച്ചിനെ കൊണ്ട് പറ്റുമോ, എൻ്റെ ടെൻഷനായിരുന്നു അതൊക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പക്ഷേ നല്ലൊരു ഭർത്താവായിരുന്നു. ഇവിടെ എന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ്, ഇവിടെ എന്നെ മനസ്സിലാക്കുന്ന കുഞ്ഞു കുട്ടിയാണ്, പ്രായത്തിന്റെ അന്തരം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭർത്താവാണ്. അങ്ങനെ ഇവൾക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി ബിഗ് അമ്മച്ചി എന്നാണ് ഇതിനകത്ത് പുസ്തകത്തിൽ പറയുന്നത്, അതായത് ഒരു വല്യമ്മച്ചി. അപ്പൊ ആ വല്യമ്മച്ചി ആവുന്ന, അതായത് 1900 ഈ കഥ തുടങ്ങിയിട്ട് ഡേറ്റ് വെച്ചിട്ടാണ് എഴുതുന്നത്. ഓരോ കൊല്ലത്തിൻ്റെയും കഥ പറയുന്നുണ്ട്. അങ്ങനെ 1900 ഈ കഥ പറഞ്ഞ് ആ കഥ അവസാനിക്കുന്ന, ഈ നോവൽ അവസാനിക്കുന്നത് 1977-ലാണ്. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥ പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ മെഡിക്കൽ പ്രൊഫഷൻ എങ്ങനെയാണ് കൊണ്ടുപോയത്
എന്ന് പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം എങ്ങനെയാണ് നമ്മളുടെ നാട്ടിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയം എങ്ങനെയാണ്, അപ്പോൾ ഇത് രാഷ്ട്രീയം എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നല്ല. അപ്പോൾ അതിൽ ഓരോ സംഭവങ്ങളോടനുബന്ധിച്ചിട്ടാണ് നക്സലിസം ഉണ്ടായി, കമ്മ്യൂണിസം ഉണ്ടായി, എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്നത്, അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ 1900 തൊട്ട് 1977 വരെ ഉള്ള കാലഘട്ടത്തിൽ മനോഹരമായിട്ടുള്ള നമ്മളൊരു ഹിസ്റ്ററിയാണ്, മലയാള നാടിൻ്റെ, കേരള നാടിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ ഇത് പറയുമ്പോൾ 1900 മലബാർ എന്ന് പറയുമ്പോൾ മലബാറിൻ്റെ, അതായത് അന്നത്തെ ചെന്നൈ അല്ലെങ്കിൽ അന്നത്തെ മദ്രാസിൻ്റെ കഥ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെ കഥ പറയുന്നുണ്ട്, വെല്ലൂർ ഹോസ്പിറ്റലിൻ്റെ കഥ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് മാരാമൻ കൺവെൻഷൻ വന്നിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഓരോ ഡോക്ടേഴ്സിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഡോക്ടർ റൂൺ എന്ന് പറയുന്ന ഉള്ള ഒരു ഡോക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ അദ്ദേഹം കുഷ്ഠരോഗത്തിൻ്റെ ഒരു ആശുപത്രി തുടങ്ങുന്നതായിട്ട് പറയുന്നുണ്ട്. ഡിഗ്ബി എന്ന് പറഞ്ഞിട്ട് സ്കോട്ട്ലൻഡിൽ നിന്നിട്ട് ഒരു ഡോക്ടർ ഇന്ത്യയിലേക്ക് നേവൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആർമി ബേസ്ഡ് ആയിട്ട് ഒരു ഡോക്ടർ നമ്മുടെ നാട്ടിലേക്ക് സെർവ് ചെയ്യാൻ, അദ്ദേഹം അവിടെ പഠിച്ചതാണ്, അപ്പോൾ സർവീസിന് ഇവിടെ വരുന്നതായിട്ട്. അപ്പോൾ ഈ ഡിഗ്ബി കിൽഗോറെ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ, അപ്പോൾ ഞാൻ ഇത് വായിക്കുമ്പോൾ എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെയും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിഗ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ, അപ്പം അങ്ങനെ ഈ ഇവരുടെ മെഡിക്കൽ പ്രൊഫഷൻ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന 1977 വന്നിരിക്കുന്ന ആ മെഡിക്കൽ പ്രൊഫഷൻ എങ്ങനെ വികസിച്ചു വന്നു എന്നുള്ളതിൻ്റെ ഒരു ചരിത്രം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ എന്താണ് നിസ്സാരമായി തോന്നുന്ന പല രോഗങ്ങളും അന്ന് കാലത്ത് മലേറിയ ആയാലും സ്മോൾ പോക്സ് ആയാലും മരണങ്ങൾ ഉണ്ടാക്കിയ കഥകൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടാണ് ഈ നോവൽ പോകുന്നത്. ഇനി ഇതിനകത്ത് ബിഗ് അമ്മച്ചിയുടെ കഥ പറയാണ്. പറമ്പിൽ എന്ന് പറഞ്ഞ വലിയ തറവാട്ടിലേക്കാണ്, ഒരു 500 ഏക്കർ സ്ഥലവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പുരയനായിട്ടുള്ള ഷമുവേലാണ്, ജാതി മാറിയതാണ് ഷമുവേൽ എന്ന് പറഞ്ഞു, പുരയനായിരുന്നു അതിൽ നിന്ന്. അപ്പോൾ ഷമുവേൽ ഒപ്പത്തിനൊപ്പമാണ് എന്ന് തമ്പുരാൻ്റെ ഒപ്പമാണ് എല്ലാ കാര്യങ്ങളെങ്കിലും വീട്ടിലേക്ക് അകത്ത് കയറി ഭക്ഷണം കൊടുക്കാവുന്നത്ര സ്വാതന്ത്ര്യം ഷമുവേലിനില്ല. ഷമുവേലാണ് എല്ലാ കാര്യങ്ങളും, ഈ തമ്പുരാൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത്. അപ്പോൾ ഈ ബിഗ് അമ്മച്ചി കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഈ ഭർത്താവിന് ആദ്യത്തെ ഭാര്യയിൽ ഒരു കുഞ്ഞുണ്ട്, ജോജോ. അപ്പോൾ ഈ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള 40 വയസ്സുകാരനായിട്ടുള്ള തമ്പുരാൻ ആയിട്ടുള്ള ആള് ഒരിക്കലും വെള്ളത്തിൽ ആയിട്ട് അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ട് നവവധുവിനെയും കൂട്ടിയിട്ട് നവവധു ബോട്ടിൽ വരികയും ഇദ്ദേഹം പള്ളിയിൽ നിന്ന് നടന്ന് വീട്ടിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് വെള്ളത്തിനോടൊരു ഭയമാണ്. അത് ഇദ്ദേഹത്തിന് മാത്രമല്ല ആ ഫാമിലിയിൽ കുറേ പേർക്ക് വെള്ളത്തിനോട് ഭയമാണ്. അപ്പോൾ ഈ തമ്പുരാന്റെ മൂത്ത കുട്ടി ജോജോ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കൂടി നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നത്. അതിനകത്ത് മെയിനായിട്ട് പറയുന്നത് ഈ ബിഗ് അമ്മച്ചി, അത് ഈ വല്യമ്മച്ചി എന്ന് പറഞ്ഞ ഈ 12 വയസ്സുകാരിയാണ് വല്യമ്മച്ചി ആവുന്നത്. അപ്പൊ ഈ ഇതിനകത്ത് ഫുൾ ബിഗ് അമ്മച്ചി എന്ന് തന്നെയാണ് പറയുന്നത്, അതായത് 12 വയസ്സുകാരിയുടെ പേര് പറയുന്നില്ല. അപ്പൊ ഇവള് ആദ്യത്തെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് രണ്ടാം ഭാഗത്തിലൊക്കെയാണ് ബിഗ് അമ്മച്ചി കഥ പറഞ്ഞു തുടങ്ങുന്നതാണ്. അപ്പൊ ചെറുമക്കളോട് കഥ പറഞ്ഞു തുടങ്ങുന്നതൊക്കെ ആയിട്ടാണ് ഈ കഥ എഴുതിക്കുന്നത്. അപ്പോൾ ആ ബിഗ് അമ്മച്ചി പറയുന്നുണ്ട്, ഈ ജോജോ എന്ന് പറഞ്ഞത് എൻ്റെ മോനെ പോലെ തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്ന് പറയും. അങ്ങനെ ഈ ജോജോ എന്താണ് വെള്ളത്തിൽ വീണ് മരിക്കുക. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഈ തറവാട്ടിൽ, പറമ്പിൽ തറവാട്ടിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഈ ജോജോ മരിക്കുമ്പോഴാണ് ബിഗ് അമ്മച്ചി ചോദിക്കുക ഭർത്താവിനോട്, എന്താണ് ഇങ്ങനെ പറയുന്നത്, എന്താണെന്ന് ഇങ്ങനെ പറയാം. അങ്ങനെയാണ് ബിഗ് അമ്മച്ചി ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ ഭർത്താവ് പറയുന്നത് തറവാട്ടിൽ കുറെ പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിന് ബിഗ് അമ്മച്ചി ഇടുന്ന പേരാണ് ദ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടൊരു പേര്. ആ കണ്ടീഷൻ അത് ഈ തറവാട്ടിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അവർക്ക് എന്താണ്, അവർക്ക് ആദ്യത്തെ ഒരു കൊച്ചുണ്ടാവുകയാണ്. ഈ 40 വയസ്സായിട്ടുള്ള തമ്പുരാനും ബിഗ് അമ്മച്ചിക്കും കൂടിയിട്ട് ആദ്യത്തെ കൊച്ച് ബേബി മോൾ ഉണ്ടാവുകയാണ്. പക്ഷെ ബേബി മോൾക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയായിട്ട് വലുതാകത്തുകൊണ്ട് ഒരു റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞായിട്ടാണ് ജനിക്കുന്നത്. പക്ഷെ ആൾ നല്ല ഹാപ്പിയും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ ഒരു ഇതാണ്. അപ്പൊ അതിനെ സഹായിക്കുന്നത്, ആ രോഗം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നത് റൂൺ എന്ന് പറഞ്ഞിട്ട് കുഷ്ഠരോഗത്തിന്റെ ആശുപത്രി തുടങ്ങിയ ആ ഡോക്ടറാണ്. ഇതാണ് കാരണം. ഇത് മുമ്പേ
എന്താണ് പ്രസവത്തിന് ആ സമയം തൊട്ട് തന്നെ മരുന്നുകൾ കൊടുത്തു തുടങ്ങി കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആയേനെ. പക്ഷെ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഇവർക്ക് എന്താണ് വേറെ ഒരു കുഞ്ഞുണ്ടാവുന്നത്, ഫിലിപ്പോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ്. അപ്പോൾ ആ ഫിലിപ്പോസിനും ഇതേ കണ്ടീഷൻ, അതായത് വെള്ളത്തിനോടുള്ള ഭയം, നീന്താൻ സാധിക്കില്ല, വെള്ളത്തിൽ ഇതാവില്ല. അപ്പോൾ അവർക്ക് ശ്വാസം മുട്ടലും കാര്യങ്ങളും, അങ്ങനെ അവർക്ക് വെള്ളത്തിനോടൊരു ശാപം പോലെ, വെള്ളം ഒരു ശാപമായിട്ട് മാറി. അപ്പൊ അങ്ങനെ ഈ ബിഗ്ഗമ്മച്ചിക്ക് ഉണ്ടാവുന്ന പേരക്കുട്ടിയാണ് മറിയാമ്മ. അപ്പൊ ബിഗ്ഗമ്മച്ചി ഈ പേരക്കുട്ടി ഉണ്ടാവുമ്പോൾ സ്വന്തം പേരാണ് നൽകുന്നത്, മറിയാമ്മ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ വലിയമ്മച്ചിയുടെ പേര് മറിയാമ്മ എന്നാണ്. അങ്ങനെ മറിയാമ്മ ഡോക്ടർ ആവുകയും അങ്ങനെ ആ ഡോക്ടറായിട്ട് പിന്നെ ഉണ്ടാവുന്ന ഈ കണ്ടീഷന് ഒരു എന്താണ് അവസാനം ഉണ്ടാവുമോ, എങ്ങനെയാണ് ഈ കണ്ടീഷൻ വന്നത്, അങ്ങനെ ഇതൊരു എന്തെങ്കിലും ഒരു രോഗമാണോ, ഈ ശാപം എന്ന് ഇവർ വിചാരിക്കുന്നത്, വെള്ളത്തിന്റെ ശാപം എന്ന് ഇവർ വിചാരിക്കുന്നത് എന്തെങ്കിലും രോഗം കാരണമാണോ എന്നുള്ളതൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് തന്നെ. ഇതില് അവസാനത്തെ പേജുകളൊക്കെ ട്വിസ്റ്റും അതൊക്കെ എന്താണ്, ഞാൻ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കും. എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞ പുസ്തകം. നിങ്ങളിത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് വായിച്ചു കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പറയും എന്തിനാണ് ഇത്രയും വലിയ ബുക്ക് എഴുതിയിരിക്കുന്നത്, കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയാവുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇത് നിങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ നമ്മളുടെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാവും, മെഡിക്കൽ പ്രൊഫഷൻ എങ്ങനെയാണ് ഉണ്ടായത്, അന്നത്തെ കാലഘട്ടം എങ്ങനെയാണ് ഉണ്ടായത്, മാരാമൻ കൺവെൻഷനിലൂടെ എങ്ങനെയാണ് ആശുപത്രി, എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി വന്നിട്ട് നമ്മളുടെ നാട്ടിലുള്ളവരെ എന്താണ് മിഷനറി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ ഇത് എന്താണ്, ഇത് പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, അങ്ങനെയാണ് ഉണ്ടായേ എന്നുള്ളത് ആ ഒരു ഹിസ്റ്ററി പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ മനോഹരമായിട്ടുള്ള നോവൽ. ഇതിനകത്ത് മറിയാമ്മ ആയാലും ലെനിൻ എവർമോർ എന്ന് പറഞ്ഞിട്ടുള്ള നെക്സലിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഗ്ബി ആയാലും പിന്നെ മറിയാമ്മയുടെ അമ്മ എൽസി ആയാലും മറിയാമ്മയുടെ അച്ഛൻ ഫിലിപ്പോസ്. അപ്പം അന്ന് മനോരമ മാസികയിൽ ദ ഓർഡിനറി മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് മറിയാമ്മയുടെ അച്ഛൻ ഫിലിപ്പോസ്, അതായത് ഈ ബിഗ് അമ്മച്ചിയുടെ മകൻ. അപ്പം അങ്ങനെ ഇതിനകത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പം ആ മരണങ്ങളിലൊക്കെ നമ്മളെന്താണ്, നമ്മൾക്ക് ഈ ഫാമിലി നമ്മളുടെ ഒരു തറവാടിൻ്റെ കഥ പറയുന്നത് പോലെ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിതാണ്ട് ഈ ബുക്ക് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അയ്യോ ഇത് തീർന്നു പോയല്ലോ എന്നുള്ള, ഈ 724 പേജ് നമ്മൾ വായിച്ച് തീർക്കുമ്പോൾ നമുക്ക് തോന്നാം അയ്യോ ഇത് തീർന്നു പോയല്ലോ, ഈ കഥ തീർന്നു പോയല്ലോ എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് വായിച്ച് തീർക്കാൻ പറ്റില്ല. അപ്പം ഞാനിങ്ങനെ രാത്രികളിൽ ഉറക്കുളച്ച് ഇങ്ങനെ കുറച്ചീച്ച് നമ്മളിങ്ങനെ എന്താ പറയുക, നല്ല ഫ്ലേവറുള്ള ഒരു ഐസ്ക്രീം നമ്മൾ ഒറ്റയടിക്ക് തിന്നാത്ത കുറച്ചീച്ച് ഇങ്ങനെ തിന്നൂലേ, അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം അവസാനിപ്പിച്ചത്. ഇപ്പം ഞാൻ 1 മാസമൊക്കെ ആയിട്ടുണ്ടാവും വായിച്ച് തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ചീച്ച് അപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നങ്ങളിലായാലും ഒക്കെ ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് ദ കവനന്റ് ഓഫ് വാട്ടർ. ഈ അബ്രഹാം വർഗീസിന്റെ കട്ടിംഗ് ഫോർ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു നോവൽ ഇദ്ദേഹം മുമ്പ് പ്രസിദ്ധീകരിച്ചില്ല. അതും ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ബൃഹത്തരമായിട്ടുള്ള ഒരു നോവലാണെന്നാണ് ഇപ്പം ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞ് ഇതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ എല്ലാവരും മനോഹരമായിട്ടുണ്ട് എന്നാണ് ആ പുസ്തകം. അപ്പം ഇനിയിപ്പോൾ നെക്സ്റ്റ് അതും വായിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളോട് ഞാനിത് സജസ്റ്റ് ചെയ്യാണ്, ഇത് വായിച്ചേ തീരൂ എന്ന് നിങ്ങളോട് നിർബന്ധപൂർവ്വം കട്ടായപൂർവ്വം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇതിൻ്റെ മലയാളം വരുമോ ട്രാൻസ്ലേഷൻ വരുമോ എന്ന് എനിക്കറിയില്ല. മനോഹരമായിട്ടുള്ള നോവലാണ് ദ കവനന്റ് ഓഫ് വാട്ടർ ബൈ അബ്രഹാം വർഗീസ്. ബ്യൂട്ടിഫുൾ നോവൽ. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.